ഇന്നലെ രാത്രി നല്ല മഴയായതുകൊണ്ട് രാവിലെ നല്ല തണുപ്പൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പം ഞാൻ അടുക്കളയിൽ ജനാലയൊക്കെ തുറന്നിട്ടപ്പോൾ തന്നെ ഉള്ളിലേക്ക് നല്ല തണുപ്പ് വരുന്നുണ്ടായിരുന്നു. ഒരു ഗ്ലാസ് ചായ കുടിച്ചിട്ടായിരുന്നു ഇന്നത്തെ തുടക്കം കേട്ടോ. ഇന്നലത്തെ കറി കുറച്ച് ബാക്കിയുള്ളതുകൊണ്ട് ഞാൻ പുട്ടുണ്ടാക്കാമെന്ന് വിചാരിച്ചു. ഇനി നമുക്ക് വേറെ കറിയൊന്നും കാണേണ്ട ആവശ്യമില്ല. ഒരു ഗ്ലാസ് പുട്ടാണ് കേട്ടോ നമ്മളെപ്പോഴും എടുക്കാറ്. ഇതിൽ നമുക്ക് 3 പുട്ടുണ്ടാക്കാൻ പറ്റും കേട്ടോ. ഒരെണ്ണം ഞാൻ കഷ്ടി കഴിക്കാറുള്ളൂ. ബാക്കിയുള്ളത് ഏട്ടനും ഉണ്ണിക്കുട്ടനും കൂടെ തീർക്കാറാണ് പതിവ്. പുട്ടിൽ വെള്ളം ഒഴിച്ച് വെച്ചതും നമ്മുടെ ഉണ്ണിക്കുട്ടൻ ഇവിടെ എണീറ്റിട്ടുണ്ട്. ഏട്ടൻ രാവിലെ എണീറ്റപ്പോൾ തന്നെ തേങ്ങ ചിരവി വെച്ചിട്ടുണ്ട്. ഉണ്ണിക്കുട്ടൻ എണീറ്റ് കഴിഞ്ഞാൽ തേങ്ങയൊക്കെ ഇതുപോലെ പൊട്ടിച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ അതെടുത്തിട്ട് പോകാറാണ് പതിവ്. നമുക്ക് പിന്നെ തേങ്ങ കിട്ടില്ല കേട്ടോ. ഉണ്ണിക്കുട്ടനെ ഏട്ടൻ്റെ കയ്യിൽ ഏൽപ്പിച്ചതിന് ശേഷം ഞാൻ വീണ്ടും പുട്ടുണ്ടാക്കാനായി വന്നിട്ടുണ്ട്. അതിൻ്റെ ഇടയിൽ കൂടെ തന്നെയാണ് ഞാൻ ഉച്ചയ്ക്കുള്ള കറിക്കുള്ളതും ഉപ്പേരിക്കുള്ളതും പിന്നെ ചോറ് വെക്കാനുള്ളതൊക്കെ ഞാൻ സെറ്റാക്കുന്നത്. അതൊക്കെ ചെയ്തതിന് ശേഷം പുട്ടും ആയിട്ടുണ്ടായിരുന്നു. പുട്ടിൻ്റെ കൂടെ കുറച്ച് തലേന്നത്തെ കറിയും കൂടെ എടുത്ത് കഴിച്ചെങ്കിലും എനിക്കെന്തോ പഞ്ചസാര കൂട്ടി കഴിക്കാൻ തോന്നിയിട്ട് ഞാൻ കുറച്ച് പഞ്ചസാരയും കൂടി ഇട്ടിട്ടാണ് കേട്ടോ കഴിച്ചത്.